മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത 2 മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇവർ കൊണ്ടുപോകാൻ ശ്രമിച്ച പെൺകുട്ടികൾ ആദ്യം മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി, രഹസ്യമൊഴിയിൽ ഇവർക്കെതിരായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് അവരെ ഭീഷണിപ്പെടുത്തി പറയിച്ചു, സമ്മർദ്ദം ചെലുത്തി, ബജ്റംഗ് ദൾ അവരെ ഭയപ്പെടുത്തി പറയിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസ് എന്തായിത്തീരും? ഈ കന്യാസ്ത്രീകളുടെ ഭാവി എന്തായിത്തീരും? അല്ല, ഇവരുടെ ജാമ്യമെന്ന് പറയുന്നത് അതൊരു ഭാഗിക വിജയം മാത്രമല്ലേ ആകുന്നുള്ളൂ. അത് വിജയമെന്നും പറയാൻ പറ്റില്ലല്ലോ സാർ. ജാമ്യം എന്ന് പറയുന്നത് ഒരു ഭാഗിക വിജയം. അവർ പുറത്തിറങ്ങി, തടവ് ജയിലിൽ കിടക്കണ്ട, പുറത്തിറങ്ങി. പക്ഷെ കേസ് തീർന്നിട്ടില്ല. കേസ് അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് കോടതി നോട്ടീസ് അയച്ച് ഇവരെ വിളിച്ചു വരുത്തി വിചാരണ നടത്തി കോടതിക്ക് ബോധ്യപ്പെടണം ഇങ്ങനൊരു ക്രൈം നടന്നു. ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ സഭകൾ കോടതിയെ സമീപിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കേസ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് ഇവരുടെ പേരിൽ തുടർന്ന് അങ്ങോട്ട് കേസില്ല എന്നുള്ള രീതിയിൽ കേസ് റദ്ദാക്കണം, അത് പ്രായോഗികമാകുമോ? അല്ല, സാധാരണ നിലയ്ക്ക് ക്രിമിനൽ കേസുകളിൽ FIR പോലീസിന് സ്ക്വാഷ് ചെയ്യാൻ കോടതിക്ക് നിർദ്ദേശം കൊടുക്കാം. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഇതിനകത്ത് തെളിവൊന്നുമില്ല, ഈ കുറ്റകൃത്യം നിലനിൽക്കുന്നതല്ല എന്നൊക്കെ കണ്ടെത്തിയാൽ കോടതിക്ക് സ്ക്വാഷ് ചെയ്യാം. അത് പക്ഷേ ഒരു സാധാരണ കോടതിക്ക് അത് ചെയ്യാനുള്ള റൈറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതുപോലൊരു കേസിൽ. കാരണം ഇതിനകത്ത് മനുഷ്യക്കടത്തും അതുപോലെ നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. ജാമ്യമിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു അത് ഹൈക്കോടതിക്ക് മാത്രമേ കേസ് സ്ക്വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ഹർജിയുമായിട്ട് പോകാം. ഹൈക്കോടതി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിക്കും. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വിശദീകരണം അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. അവിടെ സംസ്ഥാന സർക്കാർ ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ, നിലപാടിൽ ഉറച്ചു നിന്നാൽ കേസ് സ്ക്വാഷ് ചെയ്യാൻ സാധിക്കില്ല. ഇവരുടെ നില കൂടുതൽ പരിങ്ങലിലാകും. ആകെ ചെയ്യാവുന്ന കാര്യം വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തി ഇത് കുറച്ച് നീട്ടിവെപ്പിക്കാം. അത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ സർക്കാർ ഒന്നുകൂടെ പിടിമുറുക്കത്തില്ലേ? അതെ, കാരണം ഇല്ലെങ്കിൽ അത് അവിടുത്തെ പോലീസിനെ, അവരുടെ മൊറയിലിനെയൊക്കെ ബാധിക്കും. അവിടെ മാത്രമല്ല, സംസ്ഥാന സർക്കാർ അവിടെ മതപരിവർത്തനം ഒരു വലിയ വിഷയമാണ്. അവർ ബജ്റംഗ് ദളിനോടും വിശ്വഹിന്ദു പരിഷത്തിനോടും അവിടുത്തെ ഗോത്രവർഗത്തിൽ പ്രവർത്തിക്കുന്ന, ഗോത്രവർഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ട്. അവരോടൊക്കെ സമാധാനം പറയണം. അവിടെ നിന്ന് ധാരാളം കുട്ടികളെ കാണാതായിട്ടുണ്ട്, പലരെയും വീട്ടുവേലയ്ക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ വലിയ നക്സൽ ബാധിത പ്രദേശമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് വേണം സർക്കാരിന് അവിടെ നിലനിൽക്കാൻ. അപ്പോൾ സർക്കാർ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വെള്ളം ചേർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ കണക്ക് ഇവരുടെയൊക്കെ സമ്മർദ്ദം വളരെ ശക്തമായാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, കേരളത്തിൽ ഇത് വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അലയൊലികളാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. എന്ത് രാഷ്ട്രീയം പറഞ്ഞിരുന്നാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് സത്യം മറച്ചു വയ്ക്കാനോ ഒളിച്ചു വെക്കാനോ പറ്റില്ല. അതൊരു പ്രകൃതി നിയമമാണ്. അല്ലെ, അത് നിയമം അതിൻ്റെ വഴി കൂടെ പോകുന്നു. പക്ഷേ അങ്ങനെ നിയമം അതിൻ്റെ വഴി കൂടെ പോയപ്പോഴാണ് ഇതിനെ ഇവിടുന്നുള്ള മുന്നണികളെല്ലാം തന്നെ അതിനെ വേറൊരു തരത്തിൽ അതായത് BJPയെ ക്രൈസ്തവർ BJP. നമുക്കറിയാമല്ലോ, നേരത്തെ കോൺഗ്രസ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമാനമായ കേസുകൾ എടുത്തിട്ടുണ്ട്. അന്ന് തുറക്കാതെ എന്താ പറയുക, നാവുണ്ടോയെന്ന് തുറന്ന് കിണ്ടി നോക്കിയാൽ പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് കേരളത്തിൽ. അവർ മിണ്ടിയിട്ടില്ല. ഇത് 21-ലും 22-ലും ഒക്കെ ഭൂപേഷ് ബാഗൽ സർക്കാർ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പുകിലാണ് ഇപ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ വരാൻ പോവുകയാണ്. കേരളത്തിൽ പരമാവധി ക്രിസ്ത്യൻ വോട്ട് അത് BJPയിലേക്ക് പോകുമെന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ് 2 മുന്നണികളും. അവിടെ അത് പിടിച്ചെടുക്കാനായിട്ട് രണ്ടുപേരും ഈ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതിൽ ഭയപ്പെട്ട് BJPയും കൂടി അവരുടെ കൂടെ ചേർന്നാൽ, കേരള BJP നേതൃത്വം കൂടി അവരുടെ കൂടെ ചേർന്നാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. തെറ്റ് ചെയ്തു, ഇവിടെ ഇന്ന ജാതിക്കാരായതുകൊണ്ട്, ഇന്ന മതക്കാരായതുകൊണ്ട്, ഇന്ന ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഈ കേസിൽ വെറുതെ വിടണമെന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ഞാനതാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജാമ്യമൊക്കെ കിട്ടി, ശരി, അവർക്ക് ജാമ്യം കൊടുക്കണം. അത് കോടതിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ജാമ്യം കൊടുക്കട്ടെ, നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഞാൻ മലയാളി ആയതുകൊണ്ട് എനിക്ക് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ മതന്യൂനപക്ഷമായതുകൊണ്ട് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണം.
ഞാൻ ഇന്ന ജാതി ഇന്ന സഭയിൽപ്പെട്ട ആളായതുകൊണ്ട് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഇത് ശരിയാണോ? ഇത് അംഗീകരിക്കാവുന്നതാണോ? ഇവിടെ ഇപ്പോൾ അതല്ലേ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ മുമ്പൊരിക്കലും കാണാത്ത ഇവിടെ ക്രൈസ്തവരുടെ മേൽ എന്തെല്ലാം തരത്തിലുള്ള, ഇപ്പോൾ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ ഏത് തരത്തിലായിരുന്നു. ഇപ്പോൾ നമുക്ക് ജോസഫ് മാഷിനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ജോസഫ് മാഷിനോട് കാണിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് കാണിച്ചത് അതിനെ അനുകൂലിക്കുകയല്ലേ ഇവിടുത്തെ CPM-കാരെല്ലാം ചെയ്തത്. ഇപ്പോൾ പിന്നെന്താ ഇത്രയും വലിയൊരു പിന്നെ ക്രൈസ്തവ പ്രേമം ഇവർ കാണിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്? അല്ല, അവർക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ അത് അവർക്ക് വലിയ വിഷയമാണ്. അവരാരെങ്കിലും ആക്രമിച്ചാൽ അത് കുറ്റമല്ല. ഈ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും എല്ലാം അവർക്ക് ചെയ്യാം, മറ്റാരും അത് ചെയ്യാൻ പാടില്ല. അവർ ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കണം. അതാണ് ഈ സഭാ നേതൃത്വത്തിൻ്റെ നിലപാട്. ഇതൊരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഇത് ശരിയാണ്? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അല്ല, ഇതിപ്പം പ്രധാനമായിട്ട് ഇവർക്ക് ഉന്നം വെച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ BJPയും ക്രൈസ്തവരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പത്തിലൊരു വിള്ളൽ ഉണ്ടാക്കുക അത് നടന്നു എന്നാണ് ഇരു മുന്നണികളും ഇപ്പോൾ അവർ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പൊതുവേ ഇവിടുത്തെ ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നമുക്ക് പറയാം UDFനാണ് ഒരു മേൽക്കൈ. നിലമ്പൂരും ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെയും ജയിച്ചു. അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ജയിച്ചു. അവരുടെ സ്ഥിതി ഭദ്രമാണ്, സേഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വളരെ ശക്തവുമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ UDFന് വോട്ട് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. UDF ജയിച്ച അധികാരത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. ആ അവസരത്തിൽ ഇത്തരം സംഭവങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ, ഇതുപോലുള്ള അറസ്റ്റും കാര്യങ്ങളും വരുമ്പോൾ അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചാൽ, അതായത് അയ്യോ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, ഭരണകൂട ഭീകരത, ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ കുറേ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കുറേ വിശ്വാസികളെങ്കിലും ഇവർക്ക് വോട്ട് ചെയ്യും, UDFന് വോട്ട് ചെയ്തേക്കും എന്നാണ് പൊതുവെ അവരൊക്കെ കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ചില മുന്നണികളുടെ ആഹ്ലാദ പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വഴിയാണിത് മോചിതരായ എന്നുള്ള മട്ടില്. അപ്പം ഇതോടുകൂടി ഈ കേസ് അങ്ങ് തീർന്നു എന്നാണ് പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. ഈ കേസ് ഇവിടെ എങ്ങനെ തീരും? ഈ കേസ് ഇനി അഥവാ ഇവർക്കെതിരെ കള്ളക്കേസാണ് എടുത്തതെങ്കിൽ ആ എടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുക്കണ്ടേ? അതെ, സർക്കാർ അതിന് മറുപടി പറയണ്ടേ? ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണ്ടേ? കോടതിയിൽ പോയി അത് ഈ പറയുന്നത് പോലെ പറഞ്ഞു തീർക്കാവുന്നതാണ്. FIR ഒക്കെ ഇട്ട് വലിയ വകുപ്പുകളും ഒക്കെ ചുമത്തി. അങ്ങനെ എന്തിനു ചുമത്തി? അപ്പോൾ അതിനകത്ത് ഈ ഉദ്യോഗസ്ഥന് പിഴവ് പറ്റിയതാണെങ്കിൽ അത് സർക്കാർ അതിന് ഉത്തരം പറയണ്ടേ? ഈ ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. അതിനൊന്നും ആർക്കും ഇവിടെ മറുപടിയില്ല. ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളും കുറേ രാഷ്ട്രീയക്കാരും ചേർന്ന് അവരങ്ങ് അവരുടെ വഴി കൂടെ തിരിച്ചു അവരങ്ങ് എന്താ പറയുക, വിളിച്ചു പോവുകയാണ്. തീർന്നു, കേസ് തീർന്നു, രക്ഷപ്പെട്ടു, ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയാൽ എല്ലാമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ എത്രയോ കേസുകളിൽ ജാമ്യം കിട്ടിയ ആൾക്കാർ പുറത്ത് കഴിയുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരെല്ലാം കുറ്റവിമുക്തരായോ? ഈ ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. അല്ല, ഇത് ഇപ്പോൾ അത്രയും ഇതിൽ രീതിയിൽ ആഘോഷിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഭാഗം കൊണ്ടാണ് ഇത് ഇവർക്ക് ഇത്രയും വലിയ ജയിലിന് മുന്നിൽ പ്രക്ഷോഭം നടത്തി. കണ്ടല്ലോ ജോൺ ബ്രിട്ടാസ് ലഡുവുമായിട്ട് അവിടെ പോയത്. അതെ, ഇതൊക്കെ ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ ലഡു വിതരണം? ആരെ മയക്കാനാണ് ഈ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത്? അവര് പുറത്തിറങ്ങിയ ഉടനെ അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ BJP അധ്യക്ഷന്റെ കാറെ കയറിയാണ് അവർ പോയത്. അല്ല, ഈ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ബ്രിട്ടാസ് ഇത്രത്തോളം ഇടങ്ങളിൽ വന്നു എന്നുള്ള പ്രകടനം കാണിച്ചത്. അല്ലെങ്കിൽ സാധാരണ അത്രയും പ്രകടനത്തിന് വരുന്ന ആളല്ല. എന്തായാലും അല്ല, ബ്രിട്ടാസും റഹീമും വൃന്ദാകാരാട്ടും ഒക്കെ അവിടെ പോയി വേണ്ട വിധത്തിൽ അവിടെ ശബ്ദകോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. എങ്ങനെയാണ്, ഇടതുപക്ഷത്തിനാണോ അത് ഗുണം ചെയ്തത്, അതോ UDFനാണോ, അതോ BJPക്കാണോ, ആർക്കാണ് അത് ഗുണം ചെയ്തതെന്ന് നമുക്ക് കാണാം. ഈ ഇടതുപക്ഷത്തിന് എന്തടിസ്ഥാനത്തിൽ ഇവർ ഈ പറയുന്നത് പോലെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നു? ആ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ഇവർ വോട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവരുടെ പിന്തുണ കിട്ടുമോ? വർത്തമാനമൊക്കെ പറയും, ഞങ്ങൾ നീതിയുടെ പക്ഷത്താണ്, ഞങ്ങൾ ന്യായത്തിൻ്റെ പക്ഷത്താണ്, വോട്ട് നോക്കിയല്ല എന്നൊക്കെ പറയും. വോട്ട് നോക്കി തന്നെയാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം.